അന്ന് 2 ദിവസം കൊണ്ട് തന്നെ ഇരുന്ന് ഞാനത് മുഴുവൻ വായിച്ച് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കുറിപ്പൊക്കെ തയ്യാറാക്കി ഷാജിക്ക് ഞാൻ അയച്ചു കൊടുത്തു. പക്ഷെ ആ കുറിപ്പ് ഞങ്ങളുടെ ഒരു സാഹചര്യം അനുസരിച്ച് അതൊന്നും എന്തായി ബുക്കിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഞാനിന്ന് ആ എഴുതി വെച്ച കുറിപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ശരിക്കും എൻ്റെ മനസ്സിൽ ആ കവിത വായിച്ചപ്പോൾ ഇവിടെ വളരെ എന്താ പറയുക, വളരെ നന്നായിട്ട് ആ കവിതകളെ കുറിച്ചും വളരെ നല്ല രീതിയിൽ ഒരുപാട് പേര് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ അത്രയും കാര്യമായിട്ട് മലയാള സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാനോ പറയാനോ ആയിട്ടുള്ള ഒരു പ്രാവീണ്യമൊന്നും എനിക്കില്ല. എങ്കിലും ഒരു ആസ് എ ലേമോൺസ് പോയിന്റ് ഓഫ് വ്യൂ, ഒരു സാധാരണക്കാരൻ്റെ ഒരു ആസ്വാദകയുടെ രൂപത്തിൽ നിന്ന് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ ആ കവിത വായിച്ചത്. അപ്പം ഒരു സാധാരണക്കാരി എങ്ങനെ ആ കവിതയെ കാണുന്നു, ആ കവിതയെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് നിങ്ങളുടെ സമയം അധികം എടുക്കില്ല, ചെറിയ 2 പേജേ ഉള്ളൂ. ഞാനത് അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ അത് വായിച്ചു കേൾപ്പിക്കുകയാണ്. ഷാജി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിലെ ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫായിട്ട് സബോർഡിനേറ്റ്സിൽ ഏറ്റവും എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റമില്ല. അത് പറയുന്ന എത്ര ബുദ്ധിമുട്ടാണെങ്കിലും രാവിലെ പറഞ്ഞാൽ വൈകിട്ടത്തേക്ക് അത് റെഡിയായി കിട്ടും. അങ്ങനെ ഷാജി എന്ന 100% ആത്മാർത്ഥതയുള്ള ഒരു സർക്കാർ ജീവനക്കാരനെ എനിക്കറിയൂ. അങ്ങനെ ഒരു ജീവനക്കാരനെ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന കവിതാ സമാഹാരത്തിലൂടെ കടന്നുപോയപ്പോൾ ഷാജി എന്ന കവിയെ അറിയാനായിട്ട് സാധിച്ചു. ഓരോ കവിതകളും ഓരോ ജീവിത അനുഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ കവിതകളും ഒരുപാട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ എല്ലാത്തിലെയും മെസ്സേജസ് വളരെ എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ ലോകത്തിന് നൽകുന്ന ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള കവിതകളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭാഷാ പ്രയോഗവും ഭാഷാ ശൈലിയും അവർണ്ണനീയം. മലയാള ഭാഷയെ ഷാജി തൻ്റെ കവിത കൊണ്ട് സമ്പുഷ്ടമാക്കി. ചടുലമായ ഭാഷ വേണ്ടയിടത്ത് അങ്ങനെയും അല്ലാത്തിടത്ത് കവിതയ്ക്ക് യോജിച്ച ഭാഷയും ഉപയോഗിച്ച് മലയാള ഭാഷയെ ആയിരിക്കുന്നു പ്രിയപ്പെട്ട ഷാജി. ജോലിയിലെ ആത്മാർത്ഥത ഷാജിയുടെ കവിതകളിലും പ്രതിഫലിച്ചു. എൻ്റെ മനസ്സിലെ ഏറ്റവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്, ഏറ്റവും മുടക്കിയ കവിതയാണ് വെറും ഒരു സ്വപ്നം. അത് ഷാജി വളരെ സ്വപ്നം എന്നൊരു ചിന്തയെ അതെത്ര തന്മയത്വത്തോടെയാണ് ഷാജി അവതരിപ്പിച്ചത്. എനിക്ക് സ്വപ്നം കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇവരിക്കുന്ന കുഞ്ഞു മക്കൾക്കൊക്കെ സ്വപ്നം കാണാൻ ഇഷ്ടമാണ്. അബ്ദുൽ കലാം പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണണം. ഒരുപാട് സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് ആ സ്വപ്നങ്ങളൊക്കെ നമ്മളിലൂടെ യാഥാർത്ഥ്യമാകും. അപ്പൊ അങ്ങനെ ആ ഒരു സ്വപ്നത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ഷാജിയുടെ കവിത വായിച്ചപ്പോഴായിരിക്കും ഇത് മനസ്സിലായത്. അപ്പൊ ഞാൻ ഒരിക്കലും ആ സ്വപ്നത്തെ ആ രീതിയിൽ കണ്ടിട്ടില്ല. മിഴി തുറക്കാതിരിക്കുക, തുറന്നാൽ കാണാനാകില്ല. നിനക്കണേ ഞാൻ വെറും ഒരു സ്വപ്നമല്ലേ എന്നതാണ് സ്വപ്നം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. നമുക്കെല്ലാം ഒരുപാട് സ്വപ്നമുണ്ട്. പക്ഷെ ഈ സ്വപ്നങ്ങളൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ സ്വപ്നമൊന്നും നമ്മൾ കാണില്ല. പക്ഷെ ഈ സ്വപ്നങ്ങളൊക്കെ എന്നും നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ ഉള്ളിലുള്ള ഈ സ്വപ്നങ്ങളിലൂടെയാണ് ഈ രാഷ്ട്രത്തെ പലരും നയിച്ചത്. വലിയ നമ്മുടെ സമൂഹത്തിന് വലിയ കോൺട്രിബ്യൂഷൻസ് ഒരുപാട് പേര് നടത്തിയത് അവരുടെ ചെറിയ സ്വപ്നങ്ങളിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു മക്കളൊക്കെ ഈ കവിത വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വലിയൊരു കാര്യമാണ് എന്ന്. പ്രത്യേകിച്ച് ഞാൻ ഡീൽ ചെയ്യുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്സോ കേസുകളാണ്. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ നിറമുള്ള സ്വപ്നങ്ങൾ, അല്ലെ, അവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന പ്രായമാണ്. ആ സ്വപ്നങ്ങളെയൊക്കെ തല്ലി തകർത്ത് കെടുത്തുന്നവരെ ആണ് ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് കാണുന്നത്. എനിക്ക് സ്വപ്നം ഇത്രയേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ആ കവിത തന്നു. പക്ഷെ ആ ആളുകൾ കൂടുതൽ സ്വപ്നങ്ങൾ കാണാൻ ഊർജവും പകർന്നു. അഭയാർത്ഥികളും കളഞ്ഞുപോയ പകലുകൾ എന്നിവയും നഷ്ടപ്പെട്ടു പോയ സുന്ദര സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഭയാർത്ഥികൾ എന്ന അവസ്ഥ ആർക്കും എപ്പോഴും വരത്തക്ക വിധം ജ്ഞാനമേൽ കളിയാണ് ജീവിതം എന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നിരർത്ഥകത അതാണ് അഭയാർത്ഥികൾ എന്നുള്ളത്. നാം ഇന്ന് എല്ലാവരും നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷെ നാളെ നമ്മളൊക്കെ അഭയാർത്ഥികളാകുമോ? നമ്മുടെ ജീവിതം എന്താകും? അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, നമുക്ക് പറ്റുന്ന കാലത്ത് മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് ആ കവിതയിലൂടെ നമ്മളിലേക്ക് വരുന്ന സന്ദേശം. ആരാണ് മുത്തശ്ശി ഗാന്ധി എന്നത് പുതുതലമുറയ്ക്ക് മഹാത്മാഗാന്ധി ആരാണ് എന്ന് നമ്മളെ അറിയിക്കുന്നു.
കൊറോണ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ജീവിതം എത്ര മനോഹരമായിട്ടാണ് എഴുതി ചേർത്തിരിക്കുന്നത്. ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നീ എന്ന കവിത, അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ശുഭാപ്തി വിശ്വാസം, അത് ശ്ലാഘനീയമാണ്. എന്തൊക്കെ സംഭവിച്ചാലും നൂറ്റാണ്ടുകളായി ജനിതക പരിണാമം സംഭവിച്ച് ഇന്നത്തെ നിലയിലെത്തിയ മനുഷ്യരാശിയെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന് സത്യം വിളിച്ചോളൂ. നമ്മളെല്ലാവരും കൊറോണ കാലഘട്ടത്തിൽ ഇരകളാണ്. പക്ഷെ ആ കൊറോണയുടെ സമയത്ത് പോലും കൊറോണ കൊണ്ട് നമുക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ന് നമുക്ക് ഗൂഗിൾ പേ, നെറ്റ്, അങ്ങനെ ഒരു ടെക് സാവി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് മാറാൻ സാധിച്ചു. അതിൻ്റെ നല്ല വശങ്ങളുമുണ്ട്, ചീത്ത വശങ്ങളുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നൂറ്റാണ്ടുകളായിട്ട് നമ്മളൊക്കെ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഉണ്ടായി വന്നിരിക്കുന്നത് ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് ഓരോ ദിവസവും പുതിയ ഊർജ്ജം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് മനുഷ്യൻ എന്നുള്ളത് വളരെ വളരെ നന്നായിട്ട് ഷാജി ആ കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷാജിയുടെ വിപ്ലവ വീര്യം മുഴുവൻ ദേവാന്തര എന്ന കവിതയിൽ കാണുന്നു. വായിക്കുന്നവരിലേക്കും ആ വീര്യം ഒട്ടും ചോർന്നു പോവാതെ എത്തിക്കാൻ പ്രിയപ്പെട്ട ഷാജി കഴിഞ്ഞിരിക്കുന്നു. പ്രണയത്തിന്റെ മാസ്മരികതയിലേക്കും ഷാജി എത്തി നോക്കിയിട്ടുണ്ട്. സാരംഗി, സാഗരകന്യ എന്നീ കവിതകളിലൂടെ. സ്വർഗത്തിലെ കത്തുമ്പ് നമ്മൾ ഓരോരുത്തരോടുമുള്ള ഒരു ചോദ്യമാണ്.